വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ സ്ട്രോങ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കഥ പറയുന്ന ഒരു കൊച്ചു ഷോർട്ട് ഫിലിമാണ് മുളഞ്ഞി എന്നത്. മുളഞ്ഞിയുടെ കഥ ശരിക്കും എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. അമ്മയുടെ സഹോദരിമാരുമാണ് ആ കഥാപാത്രങ്ങളുടെ ബാക്ക് ബോൺ. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ നടക്കുകയും അതിനെ തിരക്കഥയാക്കി മാറ്റുകയായിരുന്നു. എന്ന് ഈ മുളഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്ക് ഫ്രൂട്ട് സാപ്പാണ്. അതായത് മുളഞ്ഞി ചക്കയുടെ പശ. ഈ ഷൊർണൂർ ആ ഭാഗത്തൊക്കെ ചക്കയുടെ പശയ്ക്ക് മുളഞ്ഞി എന്നാ പേര് പറയും. ആ നെയിമിന്റെ സ്വീറ്റ്നെസ് കൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഫ്രെയിമിങ്ങിൽ പ്രത്യേകിച്ച് അങ്ങനെ നാച്ചുറൽ സാധനം കൊണ്ടുവരേണ്ട വന്നില്ല, ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ മഹേഷ് എന്നോട് കഥ പറഞ്ഞപ്പോൾ മഹേഷിൻ്റെ എമോഷൻ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ എമോഷനോട് ജെനുവിനായിട്ട് നമ്മുടെ എഡിറ്റിംഗ് ടെക്നിക്കലും തിയറീസൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു എമോഷൻ, ആ ഒരു ബിൽഡപ്പ് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രധാന ചർച്ച എന്ന് പറയുന്നത്. ശരിക്കും ആ ചക്ക അതിനകത്തൊരു കഥാപാത്രമാണ്. ചക്കയുടെ ഇതുപോലെ തന്നെ ആ ഒരു കളക്റ്റീവ് സാധനം. അതുകൊണ്ടാണ് ആ മധുരം തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മുളഞ്ഞി എന്ന ഷോർട്ട് ഫിലിമിന്റെ ക്രൂ മെമ്പേഴ്സ് ആണ് ഇന്ന് സിനിമാ പ്രാന്തന്റെ കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു. എന്താ ഈ മുളഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാക്ക് ഫ്രൂട്ട് സാപ്പാണ്. അതായത് മുളഞ്ഞി ചക്കയുടെ പശ. ഈ ഷൊർണൂർ ആ ഭാഗത്തൊക്കെ ചക്കയുടെ പശയ്ക്ക് മുളഞ്ഞി എന്നാ പേര് പറയും. ഓ അങ്ങനെ. ഞാനിത് കണ്ടു കഴിഞ്ഞിട്ട് വിചാരിച്ചു മുളഞ്ഞി എന്താ പേര് എന്നുള്ള അറിയില്ലായിരുന്നു. ആ നെയിമിന്റെ സ്വീറ്റ്നെസ് കൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും മുളഞ്ഞി ഇപ്പം ഒരുപാട് അവാർഡ്സ് ഒക്കെ നേടിയിട്ടാണ് ഇത്രയും പേര് ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. റിലീസിന് ഇപ്പൊ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ സ്ട്രോങ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കഥ പറയുന്ന ഒരു കൊച്ചു ഷോർട്ട് ഫിലിമാണ് മുളഞ്ഞി എന്നത്. ഇപ്പം നമ്മളെല്ലാവരും നമ്മളൊക്കെ വീടുകളിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറിയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കഥ ഒരു ഷോർട്ട് ഫിലിം ആക്കാം എന്നൊക്കെ തീരുമാനിച്ചെത്തിയത്? മുളഞ്ഞിയുടെ കഥ ശരിക്കും എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. അമ്മയുടെ സഹോദരിമാരുമാണ് ആ കഥാപാത്രങ്ങളുടെ ബാക്ക് ബോൺ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ നടക്കുകയും അതിനെ തിരക്കഥയാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ പിന്നീട് എഴുതി കഴിഞ്ഞതിന് ശേഷം ക്രൂ മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനൊരു വർക്ക് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. പിന്നെ ആക്ടേഴ്സിനെ ആ കഥാപാത്രത്തിന് വേണ്ടി ട്രെയിൻ ചെയ്തെടുക്കുന്നു. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പോയിട്ടാണ് മുളഞ്ഞ് സംഭവിക്കുന്നത്. ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കഥ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അത്രയും ഒരു ജെന്യൂനിറ്റി തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ ക്രൂ മെമ്പേഴ്സ് ആയിട്ട് നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നു? ഞങ്ങള് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ഫിലിംസ് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം മൃദുലിന്റെ കനം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയമാവുന്നത്. പിന്നെ മുളഞ്ഞിക്ക് വേണ്ടി സമീപിച്ചതാണ് ബാക്കി മനുഷ്യരെയൊക്കെ. ഓക്കെ. ഇപ്പൊ മൃദുലിൽ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കുറേ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. തടവ് എന്ന സിനിമ ഉൾപ്പെടെ കുറേ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഫ്രെയിംസ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആവണം. ഈ പറഞ്ഞ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഫ്രെയിമിങ്? നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഈ ഒരു ഷോർട്ട് ഫിലിമിനെ ഹെൽപ്പ് ചെയ്തു? അത് ബേസിക്കലി സ്ക്രിപ്റ്റ് ഭയങ്കര റൂട്ടഡ് സ്ക്രിപ്റ്റ് ആയിരുന്നു. അതായത് ആ ടെറൈൻ സ്ഥലങ്ങളെല്ലാം ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഇവൻ കഥ പറയുമ്പോഴാണെങ്കിലും ഇപ്പൊ മഹേഷ് കൊല്ലത്താണ് മഹേഷിന്റെ വീട്, പക്ഷെ ഷൊർണൂരാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കണേ. പക്ഷെ മഹേഷ് എന്തോ എനിക്ക് തോന്നുന്നു 1 വർഷമായിട്ട് ഷൊർണൂർ ആ ഭാഗത്ത് തന്നെ ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലത്തിനെ പറ്റി നല്ല ബോധ്യത്തോടാണ് എഴുതിയേക്കണേ. പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ഓൾമോസ്റ്റ് ഓൾറെഡി ഇവൻ ലൊക്കേഷൻസ് ഒക്കെ കണ്ടിരുന്നു. നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാം, ഇവിടെ ഷൂട്ട് ചെയ്യാം. അപ്പൊ അത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെയാണ്. കാരണം ഭയങ്കര ഈ പറഞ്ഞ പോലെ റൂട്ടറായിട്ടുള്ള മനുഷ്യർ അവിടെ താമസിക്കുന്നവരുടെ പോലത്തെ കഥ തന്നെയാണ് നമ്മൾ ശരിക്കും ഷൂട്ട് ചെയ്തത്. ആക്ടേഴ്സിനെ മാത്രം നമ്മൾ അറിയാവുന്നവരെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചേ ഉള്ളൂ. അപ്പൊ ആക്ച്വലി അങ്ങനെ ഫ്രെയിമിങ്ങിൽ പ്രത്യേകിച്ച് അങ്ങനെ നാച്ചുറൽ സാധനം കൊണ്ടുവരേണ്ട വന്നില്ല, ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് ലൊക്കേഷൻസ് ഉള്ളതുകൊണ്ട് അതെ അതെ എനിക്കത് 3 ലൊക്കേഷൻ അത്രേ ഉള്ളൂ അല്ലേ? 3-4 ലൊക്കേഷൻസ് മാക്സിമം. അതെ, അവിടെ തന്നെ. ഓക്കെ. എഡിറ്റിംഗിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു എഡിറ്റിങ്? നമ്മൾ മഹേഷ് കഥ പറഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞ പോലെ തന്നെ മഹേഷിൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ മഹേഷ് എമോഷണലായിട്ട് കഥയോട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഇതൊരു ടീം വർക്കാണല്ലോ. അപ്പോൾ നമ്മൾ മഹേഷിൻ്റെ അടുത്ത് മഹേഷ് എന്നോട് കഥ പറഞ്ഞപ്പോൾ മഹേഷിൻ്റെ എമോഷൻ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ എമോഷനോട് ജെനുവിനായിട്ട് നമ്മുടെ എഡിറ്റിംഗ് ടെക്നിക്കലും തിയറീസൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു എമോഷൻ, ആ ഒരു ബിൽഡപ്പ് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രധാന ചർച്ച എന്ന് പറയുന്നത്.
പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മഹേഷ് കഥ നറേറ്റ് സമയത്ത് ഫുള്ള് അമ്മയായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള കഥയാണ്. അപ്പോൾ അമ്മയുടെ എമോഷൻ, ഇപ്പോൾ ഇതിനകത്ത് ശ്രീരാമൻ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടറും പുള്ളിയുടെ അമ്മയുടെ പേരും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു എമോഷൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അതിനെ നമ്മൾ എത്രത്തോളം എന്തൊക്കെ നറേറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിൻ്റെ സാധ്യതകളാണ് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തത്. എഡിറ്റിംഗ് അത്യാവശ്യം നമ്മൾ സമയമെടുത്ത് ചലഞ്ചിങ് എഡിറ്റിംഗ് ആയിരുന്നു. സീനുകളൊക്കെ ബിൽഡ് ചെയ്ത് ഒരുപാട് രീതിയിലേക്ക് എഡിറ്റ് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. പിന്നെ മഹേഷിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് ഒരു സീൻ കാണിച്ചു കൊടുത്ത് എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താലും പുള്ളി നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷൊർണൂരിലൊരു അതുപോലെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി പുള്ളി ഒരു എന്താ പറയുക, പുള്ളി കുറേ കാലം ചെറിയൊരു സാലറിയിലൊക്കെ സ്ഥലത്ത് വർക്ക് ചെയ്ത് അങ്ങനെ കുറേ പൈസ കൂട്ടി സ്വരുക്കൂട്ടി വെച്ചിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര നമുക്കൊരു എമോഷണൽ ആയിട്ടാണ് ഈ വർക്കിനെ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോഴും എത്ര ജെന്യൂനായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തെങ്കിലും സീനൊക്കെ ട്രിം ചെയ്ത് കളയേണ്ട വന്നിരുന്നോ? സീനുകളൊക്കെ നമ്മൾ സീനുകൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പലരും നോൺ ലീനിയറും ലീനിയറും എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഇതിനകത്ത് എല്ലാ സീനുകളും മിനിമം ഒരു 5-6 തവണയെങ്കിലും എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ചില മെയിൻ കോൺഫ്ലിക്റ്റ് വരുന്നൊരു സീനുണ്ട്, അത് കുറേ നേരം എഡിറ്റ് ചെയ്തിട്ട് 2-3 ദിവസം എഡിറ്റ് ചെയ്തിട്ടാണ് അതൊന്ന്. അതിൽ പറഞ്ഞ മഹേഷിൻ്റെ അടുത്ത് നമ്മളൊരു സജഷൻ പറയുമ്പോഴും പുള്ളി ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. ബ്രോ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഓക്കെ അത് ഓക്കെയാണ് ബ്രോ. പിന്നെ പുള്ളിയുടെ ഒരു വിഷനുണ്ട്, ആ വിഷനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊരു ഡയറക്ടറിൻ്റെ ഒരു വിഷൻ ഉണ്ടല്ലോ, ആ വിഷനെ ഒരു എഡിറ്റർ എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു അതിൻ്റെ ആ കൺസ്ട്രക്റ്റീവ് വർക്ക്, നറേറ്റീവ് വർക്കാവും. അപ്പോൾ ആ ഒരു രീതിയിൽ മഹേഷ് എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നു. അപ്പോൾ അങ്ങനെ ആ സപ്പോർട്ടിൻ്റെ പുറത്താണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ. ഇപ്പോൾ കണ്ട ആൾക്കാരൊക്കെ വർക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. ബേസിക്കലി പുള്ളിയും അമ്മയും ആ ഒരു എമോഷനാണ്, ആ എമോഷൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യിക്കണം നമ്മൾ മാക്സിമം നോക്കി. അങ്ങനെയായിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്ത് ഒപ്പിച്ചത്. ഓക്കെ. സഞ്ജുലേക്ക് വരുമ്പോൾ സൗണ്ട് ഡിസൈനിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു വർക്ക് കൂടെയാണിത്. എങ്ങനെയായിരുന്നു അതിന്റെ ത്രൂ ഔട്ട് പ്രോസസ്സ്? ഫസ്റ്റ് വർക്കാണിത്. ഓക്കെ. പരിചയപ്പെടുന്നത് താമരശ്ശേരി ഞങ്ങൾ ഷൂട്ട് ചെയ്ത അവിടെ ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പം അവിടെ വെച്ച് ഞാൻ ആദ്യം പരിചയപ്പെട്ടത് എൻ്റെ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടു. അപ്പം മഹേഷിനെ പടം ഫിലിം ചെയ്ത കാര്യം പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ സൗണ്ട് ഡിസൈനായിട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പം മഹേഷിനോട് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ആ വർക്ക് എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു ലേണിംഗ് സാധനം കൂടിയായിരുന്നു. കാരണം ഞാൻ ഷൂട്ടിന്റെ സമയത്ത് ഉണ്ടായിരുന്നു, അവൈലബിളായിരുന്നു ഷൂട്ടിന്റെ സമയത്ത്. അപ്പം ആ എക്സ്പീരിയൻസും എനിക്ക് അടിപൊളിയായിരുന്നു. അപ്പം മൊത്തത്തിൽ ആ ഒരു പ്രൊഡക്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയത് എൻ്റെ ഒരു കൈയും കൂടിയാണ്. കാരണം എഡിറ്റും കാര്യങ്ങളെല്ലാം വന്ന് സൗണ്ടൊക്കെ വന്നപ്പോഴേക്കും നല്ല രസമായിട്ട് കാണാൻ. അപ്പം അതിന്റെ മൊത്തത്തിൽ ഒരു കുറെ ആൾക്കാരുടെ വർക്ക് മൊത്തത്തിൽ എങ്ങനെ എഫക്ട് ചെയ്ത സാധനം കൂടി എനിക്ക് മനസ്സിലായി. സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പഠിക്കുന്ന സ്റ്റേജ് കൂടെ ആയിട്ട്. ബട്ട് ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അത്യാവശ്യം തൃപ്തി ഉണ്ടായിരുന്നു. കാരണം മൊത്തത്തിലുള്ള മ്യൂസിക്കിന്റെ രീതിയിലാണെങ്കിലും ചില ആവശ്യത്തിൽ ഭാഗത്ത് മാത്രം മ്യൂസിക് വെച്ച് നല്ല രസമായിരുന്നു മൊത്തത്തില്. അപ്പം സൗണ്ട് ഡിസൈനിൽ കഷ്ടപ്പാടുകളൊന്നും ചെയ്യുന്നു, ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടായിരുന്നില്ല. ബട്ട് പഠിക്കുന്ന സ്റ്റേജ് ആയിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇതിലെ ആർട്ടിസ്റ്റുകളാണ് 4 ചേച്ചിമാർ. അവരുടെ പെർഫോമൻസ് എന്തായാലും പറയാതിരിക്കാനും പറ്റില്ല. അവരെയൊക്കെ എവിടെ നിന്ന്, അവർ നമ്മൾ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ ഉണ്ട്. ഇതില് എങ്ങനെയായിരുന്നു അവരിലേക്ക് എത്തിയത്? ഞാൻ ഫാർമേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിൽ ഒരു സസ്റ്റൈനബിൾ ലിവിങ് സ്പേസിലാണ് കുറച്ചു കാലം നിന്നിരുന്നത്. അപ്പൊ അവിടെ നിന്നാണ് സ്ക്രിപ്റ്റ് എഴുതുന്നതും ഷൂട്ട് ചെയ്യുന്നതൊക്കെ അവരുടെ സപ്പോർട്ടോടു കൂടിയൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കഥ ഫാർമേഴ്സിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ആംബ്രൂസേട്ടനോട് പറയുമ്പോൾ ആംബ്രൂസേട്ടനാണ് ശ്രീജ എന്ന് പറഞ്ഞിട്ട് അതില് ഒരു ക്യാരക്ടർ ചെയ്തിരുന്നവര് അവരെ കണക്ട് ചെയ്ത് തരുന്നതും അവർ വഴിയാണ് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ടാണ് അല്ല, അനിത ടീച്ചർ മാത്രമാണ് തടവ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഫ്രഷ് ആക്ടേഴ്സ് ആണ്. അവരുമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 9 ദിവസത്തോളം വർക്ക്ഷോപ്പ് ചെയ്തു. അവർക്ക് ലീവുള്ള ദിവസങ്ങൾ, അധ്യാപകരാണ്, അവർക്ക് ലീവുള്ള ദിവസങ്ങളിൽ പോയി അവരുടെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും അവരുടെ വീടുകളിലേക്ക് വരും. എന്നിട്ട് നമ്മൾ ഈ കഥ വർക്ക് ചെയ്ത് നോക്കും, ഓരോ സീൻ വർക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് അവർ പറയുന്ന ഡയലോഗ്സ് ഞാൻ എഴുതിയെടുക്കും. കാരണം സ്ലാങ് വേണ്ടത് ആ നാട്ടിലെ ആയതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ അത് വീണ്ടും വർക്ക്ഷോപ്പിന്റെ സമയത്താണ് ശരിക്കും സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. മറ്റേതൊരു ഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ക്രിപ്റ്റിന്റെ. അവർക്ക് കൊടുക്കുമ്പോൾ സീൻ ഓർഡർ മാത്രമേ അവരുടെ നിന്നാണ് ഡയലോഗ്സും സാധനങ്ങളും ഒക്കെ പിക്ക് ചെയ്യുന്നത്. മറ്റേത് സീൻ ഓർഡറിന്റെ ഒരു ഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ ചെറിയ ഡയലോഗ്സും എന്തൊക്കെയാണ് അവിടെ പറയേണ്ടി വരിക എന്നുള്ള സാധനം മാത്രമേ ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ കയ്യിലുള്ള ഇൻപുട്ടും സാധനങ്ങളും എല്ലാം എടുത്തിട്ടാണ് ഇതൊരു കളക്റ്റീവ് വർക്ക് ആവുന്നത്. അതുകൊണ്ട് കൂടെയാണ് എല്ലാവരും
ഓരോ ഇൻപുട്ട് തന്നിട്ടുണ്ട്. എൻ്റെ മാത്രമായിട്ടുള്ളൊരു ഇൻപുട്ട് അല്ല മുളഞ്ഞിയിലുള്ളത്. ശരിക്കും ആ ചക്ക അതിനകത്തൊരു കഥാപാത്രമാണ്. ചക്കയുടെ ഇതുപോലെ തന്നെ ഒരു കളക്റ്റീവ് സാധനം. അതുകൊണ്ടാണ് ആ മധുരം തോന്നുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നേരമല്ലേ ഈ ഷൊർണൂർ ഇതിനു വേണ്ടിട്ട് കുറച്ചു കാലം പോയി നിന്നിരുന്നൊക്കെ. അപ്പം എല്ലാവരും സിനിമ ആഗ്രഹിക്കുന്ന പലരും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, ആ ഒരു മോട്ടീവ് എന്തായിരുന്നു ശരിക്കും? ഇല്ല, ഞാൻ അങ്ങനെ പോയിട്ട് ചെയ്തതല്ല. കുറച്ചു കാലം ഇങ്ങനെ ഒരു സ്പേസ് അറിഞ്ഞപ്പോ അവിടെ നിൽക്കണം എന്ന് തോന്നി. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ജോലി സംബന്ധമായിട്ട് പോയതാണ്. അവിടെ സോഷ്യൽ മീഡിയ മാനേജിങ് പരിപാടികൾക്കായിട്ട് പോയതാണ്. അപ്പൊ അവിടെ ഇരുന്നപ്പോ ഇത് മനസ്സിലെ ഒരു 4 വർഷമായിട്ട് ഈ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അറ്റ്മോസ്ഫിയർ ഇതായപ്പോ അവിടെ നിന്ന് എഴുതി. ഒരു 4-5 മാസം കൊണ്ടാണ് അത് എഴുതി തീർത്തത്. ശേഷം അംബുസേട്ടനോട് പറയുന്നു, അംബുസേട്ടൻ ഇങ്ങനെ ഒരു സപ്പോർട്ട് തരുന്നു. അവിടെയാണ് സ്റ്റേ, ഞങ്ങൾ ക്രൂ മെമ്പേഴ്സ് എല്ലാം സ്റ്റേ ചെയ്തതും പരിപാടികളെല്ലാം ചെയ്ത ആ ഫാർമേഴ്സുകളിലാണ്. അവരുടെ ഫുഡും പരിപാടികളെല്ലാം അവിടെ നിന്നായിരുന്നു. അതിനടുത്ത് തന്നെയാണ് ഈ ലൊക്കേഷൻ. അങ്ങനെ സംഭവിച്ചതാണ്. അതിന് വേണ്ടി അവിടെ പോയതല്ല, എഴുതാൻ വേണ്ടിയും ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയും അങ്ങനെ അവിടെ പോയതല്ല. അവിടെ നിന്നപ്പോ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ മഹേഷ് ഇതിലൊരു വൺ ഓഫ് ദി പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നല്ലോ. ഏകദേശം ഒരു എത്ര ബഡ്ജറ്റ് ആയി കാണുമെന്ന് പറയാൻ പറ്റുമോ? ഏകദേശം ഒരു 1 lakh അടുപ്പിച്ച് ഫണ്ട് ആയിട്ടുണ്ട്. പിന്നെ ഫെസ്റ്റിവൽസിന് അയക്കുന്ന വേറെ എമൗണ്ട് ആണ്. പോസ്റ്റ് പ്രൊഡക്ഷനും പ്രൊഡക്ഷൻ ഉൾപ്പെടെ 1 lakh. ഷൂട്ടിന് ഏകദേശം സംതിങ് എത്രയായി. പിന്നെ ഗ്രേഡിങ്ങിന് ഇവരൊക്കെ പൈസ ഇല്ലാതെ വർക്ക് ചെയ്തതാണ്. അതുകൊണ്ട് അധികം ഫണ്ട്, അല്ലെങ്കിൽ അതിൽ പുറത്തുപോയതാണ്. ഇപ്പൊ ഇവൻ ഫണ്ട് മേടിച്ചില്ല, ഫണ്ട് മേടിച്ചില്ല, ഗോപാൽജി ഫണ്ട് മേടിച്ചില്ല. അതെ 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 അതെ. ഞങ്ങൾ നേരത്തെ ഒരു വാഴക്കാട് ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഒരു സിനിമ ഞങ്ങൾ കുറെ ആൾക്കാർ താമസിക്കുന്ന സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ 4-5 വർഷമായിട്ട് പരിചയമുണ്ട്. അങ്ങനെ പഴയ മഹേഷ് പറയുമായിരുന്നു ഒരു വർക്ക് ഉണ്ട് ബ്രോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ സെറ്റായി. പിന്നെ മഹേഷ് ചെയ്യാൻ സംബന്ധിച്ച് മഹേഷ് കഥ പറഞ്ഞപ്പോൾ ആ ഒരു എമോഷൻ, ആ അമ്മയായിട്ടുള്ള സംഭവം, അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒന്ന് നോക്കൂ ചെയ്തേക്കാം സീനാക്കുമെന്ന് പറഞ്ഞു. ഇതിന് യൂസ് ചെയ്ത എക്യുപ്മെന്റ്സും ക്യാമറയും അതിന്റെ ഒരു പ്രോസസ് എന്ന് പറയാമോ? ഇത് ഭയങ്കര മിനിമലായിരുന്നു, പരിപാടി മൊത്തം മിനിമലായിരുന്നു. എനിക്ക് തോന്നുന്നു FX3യും ജി മാസ്റ്റർ എന്ന് പറഞ്ഞ ലെൻസും കൊണ്ടാണ് ചെയ്തത്. വളരെ മിനിമലുള്ള ചെറിയ ഒരു കുറച്ച് ലെൻസ്, നമുക്ക് ആവശ്യമുള്ള കുറച്ച് ലെൻസ് നമ്മൾ ഓൾറെഡി. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടതെന്ന് വെച്ചാൽ, ഇവർ ഓൾറെഡി ഇതിനകത്ത് മൊബൈലിൽ എന്തോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് വിഷ്വൽ എനിക്ക് മീൻസ് ലൊക്കേഷനിൽ ഒരു ലൊക്കേഷനിൽ പോയി പ്രാക്ടീസ് ചെയ്തിരുന്നു ഈ ആർട്ടിസ്റ്റിനെ. അപ്പോൾ ഇവർ ഓൾറെഡി അതിങ്ങനെ ചെറിയ കട്ട്സ് മീൻസ് ഭയങ്കര ഇതല്ല, ഓറിയന്റേഷനുള്ളതല്ല, മൊബൈലിൽ ഇങ്ങനെ ഫുള്ളൊരു പരിപാടി ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ മേജർ സീൻ അതാണ് പടത്തിൻ്റെ മെയിൻ ഇത് വരുന്ന. അവർ തമ്മിലൊരു കോൺഫ്ലിക്ട് സീൻ ഉണ്ട്, അതാണ് മെയിൻ സാധനം. മീൻസ് അത് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ വേണ്ട ലെൻസുകൾ ഏതൊക്കെയാണ് അത് മാത്രം നമ്മളിങ്ങനെ ചൂസ് ചെയ്തിട്ട് പിന്നെ ക്യാമറയും ചൂസ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ കുറച്ചൊരു 3-4 ലൈറ്റും ഒക്കെ ഉണ്ടായുള്ളൂ അല്ലേ? അങ്ങനെയല്ല. ഇപ്പൊ ആ വീട് എന്ന് പറഞ്ഞാല് ഒരു ഇച്ചിരി ഇരുട്ടാണ്, മീൻസ് നാച്ചുറലി ആ വീട് കുറച്ച് ഇരുട്ടാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്ന വെച്ചാല്, അവിടെ ജനലിൽ കൂടെ വരുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ലൈറ്റ് ഇട്ടാലും ഇച്ചിരി പുക പിടിച്ചിരിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ലൈറ്റ് ഇട്ടാലും വെളിച്ചം കുറവാണ് അവിടെ. അപ്പോൾ നമ്മളതിന് അതായത് ജനലിൽ കൂടെ വരുന്ന വെളിച്ചത്തിനെ കുറച്ച് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ച കുറച്ച് ലൈറ്റുകളാണ്. ലൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മളിങ്ങനെ അവിടെ ഉള്ള ലൈറ്റിനെ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് ചെയ്തെന്നുള്ളൂ. അങ്ങനെയാണ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് അങ്ങനെ മെയിൻ സാധനങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ നമുക്ക് ഇത് പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം ചെയ്യണല്ലോ, സിനിമ പോലെ തന്നെ ഇരുന്നു നമ്മുടെ ജി മാസ്റ്റർ ലെൻസ് ആണ് പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് RCP3 ആയിരിക്കും. അത് അത്രയും ക്ലാരിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെ ആ ഒരു മെയിൻ സീൻ പറഞ്ഞില്ല, ഇതിന്റെ ആക്ച്വലി ഡബിങ്ങിനെ പറ്റിയാണ് ചോദിക്കാൻ വന്നത്. ഡബിങ് ആയിരുന്നു സിംഗ് സൗണ്ട് ആയിരുന്നു. ഓക്കെ. അപ്പൊ ആ കോൺഫ്ലിക്റ്റിന്റെ ഇവര് ത്രൂ ഔട്ട് അത് പറഞ്ഞു തന്നെ പോവായിരുന്നോ? അതെ അതെ. ഞങ്ങള് ശരിക്കും പ്ലേ ചെയ്യുമ്പോൾ മാസ്റ്റർ ഷോട്ട് ആദ്യം വെക്കും, അതിനുശേഷം കട്ട് ഷോട്ട്സ് പോവുക എന്നായിരുന്നു പരിപാടി. ഈ കോൺഫ്ലിക്റ്റ് സീനിൽ നമുക്ക് മാസ്റ്റർ ഷോട്ട് വെക്കാൻ പറ്റില്ല, 2 ഷോട്ടുകൾ മാത്രമേ അവിടെ പോസിബിൾ ആവുള്ളൂ. ചെറിയ സ്പേസ് ആണ്, ഇടുങ്ങിയ സ്പേസ് ആണ്. അപ്പോൾ 2 ഷോട്ട് വെച്ചിട്ട് ഇവരെടുത്ത് 2 ഷോട്ടുകളുണ്ട്. അധികം ടേക്ക് ഒന്നും പോയിട്ടില്ല, ഞങ്ങൾ അത്രയും റിഹേഴ്സലിൽ പോയതുകൊണ്ട് ടേക്സ് ഒന്നും അധികം പോയിട്ടില്ല. അപ്പോൾ
ഈ പ്ലേ മുഴുവൻ ചെയ്യാൻ പറയും. ആദ്യം തൊട്ട് അവസാനം വരെ ആ പ്ലേ മുഴുവൻ അവർ ചെയ്യും. അപ്പോൾ ചലഞ്ചിങ് എന്തായിരുന്നു വെച്ചാൽ സിങ് സൗണ്ട് ആയതുകൊണ്ട് ഓവർലാപ്പിംഗ് സൗണ്ട് വരുമായിരുന്നു. അതൊന്നും പക്ഷെ നോക്കിയില്ല ആ സമയത്ത്, അങ്ങ് ചെയ്തു. പിന്നെ എപ്പോഴെങ്കിലും ശരിയാവും എന്നുള്ള, അല്ലെങ്കിൽ ഡബ് ചെയ്യാം എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ എൽദോസ് എന്ന് പറഞ്ഞൊരു സൗണ്ട് മനുഷ്യനാണ്, പുള്ളി സൗണ്ട് ഡിസൈനറാണ്. പുള്ളിയാണ് സൗണ്ട് എടുത്തത്. പുള്ളി ബെറ്റർ ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ അത് നടന്നു. പിന്നെ സഞ്ജുവും ക്ലീൻ ചെയ്ത് തന്നു അത്. അങ്ങനെയാണ് ആ സിങ് സൗണ്ട് അവിടെ വർക്ക് ആവുന്നത്. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സീൻ ഇങ്ങനെ ചലഞ്ചിങ് ആയിരുന്നു വർക്ക് ചെയ്തപ്പോ. അതാണ് ചലഞ്ചിങ് ആയിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല. ആദ്യം കിട്ടിയ ഔട്ടിന്റെ നിന്ന് മൊത്തത്തിൽ ഇപ്പൊ സ്റ്റേജ് ബെറ്ററാണെന്നായിരിക്കും പറയുന്നത്. എനിക്ക് തോന്നുന്നത് എഡിറ്ററിങ് കുറച്ച് പെട്ടിട്ടുണ്ടാവുക. ഓവർലാപ്പ് പോണ സ്ഥലങ്ങള് കറക്റ്റ് നോക്കി കട്ട് ചെയ്യണ്ടേ. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് ഡിസൈനർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് സമയം എടുത്ത് എഡിറ്റ് ചെയ്ത സീനാണ് അത്. കുറെ ഒരുപാട് രീതിയിൽ എഡിറ്റ് ചെയ്തായിരുന്നു ആ സീൻ. ആ ഒരു പർട്ടിക്കുലർ സീൻ ഞാൻ 2-3 ദിവസം എടുത്ത് നമ്മൾ ഇരുന്ന് ആഴത്തിൽ പോയി മഹേഷ് സാറിന് സെറ്റ് ചെയ്തതാണ് അത്. അതിന്റെ പിന്നെ പുള്ളി അത് നമ്മൾ എഡിറ്റ് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് സൗണ്ട് ഡിസൈൻ ചെയ്തത്. ഒറിജിനൽ കട്ട് ഇതൊന്നും നമ്മൾ കേട്ടാൽ അറിയാൻ പറ്റുള്ളൂ. ഇതിൽ ആ ഫസ്റ്റ് കാണിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു റൈം ഉണ്ടല്ലോ, അതിനെ പറ്റി ലാസ്റ്റ് ആ ഒരു റൈറ്റപ്പ് കാണിക്കുന്നുണ്ട്. അത് ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ കളിച്ചിട്ടുണ്ട് ആ ഒരു സാധനം. പക്ഷെ അതിന്റെ ഒരു മീനിങ് അറിയാനാണ് കളിച്ചിട്ടുള്ളത്. അത് ഇതിൽ പ്ലേസ് ചെയ്യാനുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു? ശരിക്കും ആ സാധനം ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഇത് കുറെ അടുത്ത് സ്ക്രീൻ ചെയ്തിരുന്നു. പബ്ലിക് സ്ക്രീനിങ് കുറെ സ്പേസുകൾ നടന്നിരുന്നു. അങ്ങനെ ആല എന്ന് പറഞ്ഞൊരു സ്പേസിൽ സ്ക്രീൻ ചെയ്തപ്പോൾ അവിടെ കാണാൻ വന്നൊരു പ്രേക്ഷകനാണ് എന്നോട് ഇതിന്റെ ബാക്ക് സ്റ്റോറി പറയുന്നത്, റിംഗ റോസയുടെ ബാക്ക് സ്റ്റോറി പറയുന്നത്. അപ്പൊ എനിക്കത് ആഡ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തത്. അല്ലാതെ കുട്ടികൾക്ക് അറിയാവുന്ന റൈമിംഗ് പോയം അതായിരുന്നു, അതുകൊണ്ട് അവർ പാടി. ചെയ്ത സമയത്ത് അറിയില്ല, ഇല്ലായിരുന്നു. പിന്നീടാണ് അങ്ങനെ ഒരു, കാരണം ഈ കഥയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അതിന്. ആ സമയത്ത് ഈ റിംഗ റോസ റൈമിംഗ് വരുന്നത് ഇങ്ങനൊരു അസുഖത്തെ ബേസ് ചെയ്ത് അവരുടെ സ്നേഹവും കുട്ടികൾ തമ്മിലുള്ള സ്നേഹവും സാധനങ്ങളും എല്ലാം ബേസ് ചെയ്ത ആ സമയത്ത് അവിടെ ഉണ്ടായ ഒരു പോയമാണ്, പാട്ടാണ് കുട്ടികൾ പാടിയിരുന്നത്. അപ്പോൾ ഇതിലത് കറക്റ്റ് കണക്ട് ആയി വന്നു. ഈ കഥയിലും ഇവരും ഒരു അസുഖത്തെ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ കാണാൻ പോകുന്നത്, സഹോദരങ്ങൾ അവരെ കാണാൻ പോകുന്നത്. അപ്പൊ അത് കണക്ട് ആയി വന്നപ്പോ എനിക്ക് ആ കഥ പ്രേക്ഷകർക്ക് കൂടെ പറയാമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ലാസ്റ്റ് അത് ആഡ് ചെയ്തത്. അതിപ്പോ ഇപ്പോഴത്തെ വേർഷനിലാണ് ഞാൻ അത് ആഡ് ചെയ്തത്. ഫെസ്റ്റിവൽസിലും ഇല്ലായിരുന്നു, യൂട്യൂബിലേക്കുള്ള വേർഷനിലാണ് ഞാൻ അത് ആഡ് ചെയ്തത്. ക്യാൻസിൽ ശരിക്കും നമുക്ക് പോകാനൊന്നും പറ്റില്ല. ക്യാൻസ് വേൾഡ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലിലാണ് സെലക്ട് ആയത്. അതിന്റെ നോമിനേഷൻ വരെ പോയിട്ടുണ്ട്. അത് ഒരു 4-5 റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ആദ്യം ഒഫീഷ്യൽ സെലക്ഷൻ ആവുന്നു, ഒരു 4-5 റൗണ്ട് ഉണ്ട്. പിന്നെ എന്തായിരുന്നു, പിന്നെ ഫൈനലിസ്റ്റ്, അങ്ങനെ കുറെ കാറ്റഗറിയിലൂടെ കടന്നു പോയിട്ടാണ് ലാസ്റ്റ് നോമിനി 4 ചിത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതില് ഒരു ഓസ്ട്രേലിയൻ ചിത്രത്തിനാണ് വിന്നർ ആയത്. അപ്പൊ ആ സമയത്ത് കുറെ ആൾക്കാർ വിളിക്കുന്നു, വാർത്തകൾ വരുന്നു. അങ്ങനെ ഫെസ്റ്റിവൽസ് മനസ്സിൽ കണ്ടായിരുന്നോ സ്റ്റാർട്ടിങ് തൊട്ടേ ചെയ്തത്? ഫെസ്റ്റിവൽസ് ഇല്ല, മനസ്സിൽ കണ്ടിരുന്നില്ല. നമ്മൾ നേരെ യൂട്യൂബ് റിലീസ് ചെയ്യാം എന്നുള്ള സാധനത്തിലായിരുന്നു ഇത് ചെയ്തിരുന്നത്. ഫെസ്റ്റിവൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കഥയൊന്നും അല്ലല്ലോ. പിന്നെ മൃദുലൊക്കെ പറഞ്ഞു ഫെസ്റ്റിവൽസിന് അയക്കാൻ. മൃദുലിന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ നേരത്തെ ഫെസ്റ്റിവൽസ് കളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ഫെസ്റ്റിവൽസിലേക്ക് വിടുന്നത്. അങ്ങനെ ആദ്യം ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെ വിജയ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, പുള്ളിയാണ് ഫെസ്റ്റിവൽസിനൊക്കെ അയച്ചതും സംഭവങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ക്യാൻസിൽ പുള്ളി അയക്കുകയും ഒഫീഷ്യൽ മെയിലൊക്കെ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഫസ്റ്റ് കിട്ടുന്ന അവാർഡായിരുന്നു, ഫസ്റ്റ് കിട്ടുന്ന സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതിലൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ ആഘോഷമായിരുന്നു. എല്ലാ ദിവസവും ടീച്ചർമാരൊക്കെ വിളിക്കും, എന്തായി മെയിൽ വന്നോ അങ്ങനെ വെച്ച് എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് തീർന്നു. പിന്നെ മനസ്സിലായി ഇത് ചെയ്യുക എന്നുള്ളതാണ്, ഈ പ്രോസസ്സിൽ നിൽക്കുക എന്നുള്ളതാണ് മെയിൻ ഘടകം. ശരിക്കും ഇവർക്ക് കൾട്ട് കമ്പനി എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. മൃദുലും ഒക്കെ അങ്ങനെയാണ് പറ്റുന്നത്. ഞാൻ ഇതുപോലൊരു അമ്മയെ വെച്ച് ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു, ഷീല എന്ന് പറഞ്ഞിട്ട്. അതൊരു ഫെസ്റ്റിവലിൽ കളിക്കുമ്പോൾ, യുവജന കമ്മീഷൻ ഒരു ഫെസ്റ്റിവലിൽ കളിക്കുമ്പോഴാണ് ഇവരും അവിടെ ഷോർട്ട് ഫിലിംസ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അന്ന് ഇവരെ പരിചയപ്പെടുന്നതും. അപ്പോൾ അന്ന് ഇവർ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഇതിന്റെ പ്രോസസ്സിൽ നിൽക്കുക എന്നുള്ളതാണ് അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്, അവർക്ക് തരുന്നൊരു
എനർജി എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മളെ ഷൂട്ടിങ്ങിന്റെ പ്രോസസ്സിൽ നിൽക്കുക, ഒരു കളക്റ്റീവിന്റെ കൂടെ വർക്ക് ചെയ്യുക, കളക്റ്റീവ് സ്പേസിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും എന്നെയും എൻകറേജ് ചെയ്തിരുന്ന ഒരു സംഭവം. ഓക്കെ. മൃദുലിന്റെ ഇപ്പോൾ ഓക്സിന്റെ പറഞ്ഞു, മിക്കതും നോക്കിക്കഴിഞ്ഞാൽ ആർട്ട് ഹൗസ് മൂവീസ് ആ ഒരു ടൈപ്പാണ്, ആ ഒരു ഏരിയ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ്. അല്ലല്ല, ഒരിക്കലല്ല. നമ്മള് ഇപ്പൊ തടവൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതുമ്പോഴാണെങ്കിലും ഇപ്പൊ ആർട്ട് ഹൗസ് മൂവി എന്നുള്ള ഇപ്പൊ ഫാസിൽ എന്ന് പറഞ്ഞ സുഹൃത്താണ് എൻ്റെ ഡയറക്ടർ. ഇപ്പൊ എനിക്ക് തോന്നുന്നു മുളഞ്ഞു അങ്ങനെ ആർട്ട് ഹൗസ് സിനിമ എന്നുള്ള നിലയിൽ എഴുതുമ്പോ ആ പടത്തിന് മാച്ചാവുന്ന രീതിയിൽ എഴുതുക, എന്നിട്ട് അത് ഷൂട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ കാണുന്നത് കൊമേഴ്ഷ്യൽ സിനിമകൾ തന്നെയാണ്, ഇഷ്ടപ്പെടുന്നതും നമുക്ക് 2 സിനിമകൾ ഇഷ്ടമാണ്, 2 തരത്തിലുള്ള സിനിമകൾ ഇഷ്ടമാണ്. അപ്പൊ 2 തരത്തിലുള്ള സിനിമകളും ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യാനൊന്നുമില്ല. അത് എഴുതി വരുമ്പോ നമ്മുടെ ഈ മനസ്സിൽ കിടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളായതുകൊണ്ട് എഴുതി വരുമ്പോ ചിലപ്പോ അത് കാണുന്നവർക്ക് ആർട്ട് ഹൗസ് പരിപാടി പോലെ തോന്നും. നമ്മൾ എഴുതുമ്പോ ഇത് ആൾക്കാർ കാണും അങ്ങനെ എഴുതണേ. പക്ഷെ വരുമ്പോ ചിലപ്പോ കുറച്ച് മുളഞ്ഞയുടെ കോമ്പോസിഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ എമോഷനൊക്കെ വർക്കാവുന്ന രീതിയിൽ പുള്ളി ക്യാപ്ചർ ചെയ്തേക്കുന്നത്. ഞങ്ങൾ ശരിക്കും ഇപ്പോഴും ആദ്യമായിട്ട് ഞങ്ങൾ കുറെ 2-3 വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ മീറ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. നിങ്ങൾ നേരത്തെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്? പുള്ളി ക്യാമറ ചെയ്ത വർക്കുകളിൽ എഡിറ്റിംഗ് പോർഷനിലെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും കേൾക്കും. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രോസസ്സിൽ നിൽക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഷോർട്ട് ഫിലിം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സിനിമ എന്നുള്ള രീതിയിലല്ല നമ്മള് ടീം ഉണ്ടായിരുന്നത്. അപ്പൊ സിനിമ ചെയ്യാൻ വേണ്ടി ഷോർട്ട് ഫിലിം ചെയ്യാന്നുള്ള രീതിയിൽ തുടക്കത്തിൽ അപ്രോച്ച് നിർത്തിയായിരുന്നു ഞങ്ങൾ. ആ ഒരു ഷോർട്ട് ഫിലിം മാത്രമേ അങ്ങനെ ചെയ്തുള്ളൂ. സിനിമക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം, അതായത് സിനിമ പോലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാന്ന് ആദ്യം ഒരു സാധനം ചെയ്തുള്ളൂ. അത് ചെയ്യുന്നപ്പോൾ മനസ്സിലായി ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന സാധനത്തിന് അതിൻ്റെ ഒരു ഫോം ഉണ്ട്, അതിൻ്റെ ഒരു റെസ്പെക്റ്റും അതിൻ്റെ ഒരു സാധനമുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ആ പരിപാടി വിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്യാന്നുള്ള വിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ പരിപാടികൾ പിടിക്കുക, ചെയ്യുക. ഒരുപാട് എന്ത് ഷോർട്ട് ഫിലിം പരിപാടി ഒന്നല്ല, പ്രോസസ്സിലെടുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്യുക, എന്നിട്ട് അത് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ കുറെ വർക്കുകൾ ഇപ്പൊ എല്ലാവരുമായിട്ട് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിം ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് നല്ലൊരു സംഭവം പുള്ളി പറഞ്ഞില്ലേ മറ്റേ സിനിമ. ഞാനും അത് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. എല്ലാവരും ഷോർട്ട് ഫിലിം ചെയ്യുന്ന കൂടുതലും സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. ഇത് ആരെല്ലാം കാണിക്കുക, ഇമ്പ്രസ് ചെയ്യുക, സിനിമ ചെയ്യുക. പക്ഷെ ആ പറഞ്ഞ പോലെ അതിനകത്ത് പ്രോസസ്സിനകത്ത് നിന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ജെന്യൂനായിട്ട് നല്ല റിസൾട്ട് കിട്ടും. നല്ല ഇൻപുട്ട് എനിക്കും ഇപ്പോഴാണ് കിട്ടിയത്. അല്ല, എനിക്ക് ഇതേപോലെ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വർക്ക്ഷോപ്പ്, ചെറിയ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ മറ്റേ സഞ്ജു ചേട്ടൻ, സഞ്ജു സുരേന്ദ്രൻ, മനീഷ് ചേട്ടൻ, മനീഷ് മാധവൻ എന്നൊക്കെ സിനിമാറ്റോഗ്രാഫറാണ്. മൂപ്പരൊക്കെ വന്നിട്ടാണ് അവരുടെ പ്രൊജക്റ്റൊക്കെ അവരങ്ങനെ അപ്രോച്ച് ചെയ്തെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് അയ്യോ ശരിയാണല്ലോ ഇങ്ങനെ. കാരണം അതിൻ്റെതായ ഒരു ഫോം ഉണ്ട്. സിനിമക്ക് വേണ്ടി ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര എൻ്റെ അപ്രോച്ചിലുള്ള ജെന്യൂനിറ്റി ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്നു തോന്നിയിട്ടുണ്ട്. അപ്പൊ ചില ഷോർട്ട് ഫിലിമുകൾ കാണുമ്പോൾ സിനിമയിലെ ഒരു സീൻ പോലെ ഇരിക്കും, ഷോർട്ട് ഫിലിം എന്നുള്ളൊരു ഫോം ഉണ്ടാവില്ല. ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു സീൻ, ഒരു സീക്വൻസോ സീനോ പോലെ ഇരിക്കും. അപ്പൊ അത് കാണുമ്പോൾ തോന്നുന്നു അത് വലുതായിട്ട് ചെയ്യേണ്ട സിനിമയുടെ ഒരു ഭാഗം ചെയ്ത് നമ്മളെ കാണിക്കണമല്ലേ ഉള്ളൂ. പക്ഷെ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോ അതിന്റെ ഒരു തുടക്കം, നടുക്ക്, എൻഡിങ് അങ്ങനെ ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയേക്കണം പേഴ്സണലി. നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് വേറെ പ്രൊഡ്യൂസേഴ്സിനെ അപ്രോച്ച് ചെയ്യാനും പറ്റും. ഉറപ്പായിട്ടും. അത് ഞാനതാ പറഞ്ഞു, ഇപ്പൊ നമ്മള് ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ അതിനൊരു ട്രൂ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസേഴ്സ് കുറെയൊക്കെ ഇങ്ങോട്ട് വരും, നമ്മളോട് സംസാരിക്കും. ഇപ്പൊ തടവ് എന്ന സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ ഞങ്ങൾ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട്, അതിരുന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് പുള്ളി ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണ് ചെറിയൊരു. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെയ്യാൻ തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വരും എന്നാണ് തോന്നുന്നത്. മീൻസ് അത് തനിയൊരു പോർട്ട്ഫോളിയോ ആയി മാറിക്കോളൂ. അത് ഈ എഡിറ്റിംഗിൽ വരുമ്പോഴും ആ ഒരു ഡിഫറൻസ് ഉണ്ടോ സിനിമ ആൻഡ് ഷോർട്ട് ഫിലിം? എഡിറ്റിംഗ് എല്ലാം ഒറ്റ എഡിറ്റിംഗ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ എമോഷനെ സപ്പോർട്ട് ചെയ്യുക, അതിനുവേണ്ടി എന്തൊക്കെ തെരഞ്ഞെടുപ്പ് പരിപാടികളും ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കുക എന്നുള്ള മാത്രമേ. പിന്നെ നമുക്ക് മഹേഷ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു നമ്മൾ എന്ത് എഡിറ്റ് ചെയ്താലും പുള്ളി ഓക്കെ, നമ്മൾ എന്ത് കാണിച്ചു കൊടുത്താലും ബ്രോ നമുക്ക് നോ എന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ, നമുക്കിത് വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഞാൻ ചോദിക്കും ബ്രോ ഉദ്ദേശിക്കുന്ന വർക്കായോ അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ ഡിസ്കസ് ചെയ്ത് ടീം വർക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സംഭവം. ഗോവാജി ഇപ്പൊ കുറെ വട്ടം സപ്പോർട്ട് റിയൽ സ്റ്റോറി ആണല്ലോ. അപ്പം വീട്ടുകാർ അമ്മയൊക്കെ കണ്ടിട്ടത് എന്തായിരുന്നു പറഞ്ഞേ? അമ്മ കണ്ടിട്ട് അമ്മയ്ക്ക് വർക്കായില്ല. അമ്മയ്ക്ക് വർക്കായില്ല. അമ്മ പറയുന്നത് ഒന്നാമത്തെ കാര്യം
ഇവര് തമ്മിൽ വിളിക്കുന്ന ഇതിനകത്ത് നിക് നെയിംസ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇവരുടെ എല്ലാം ആ ശരിക്കുള്ള പേരുകളില അത്തരം നിക് നെയിംസ്. അപ്പൊ ഇവരുടെ മാത്രം ഇടയിൽ നിൽക്കുന്ന നിക് നെയിംസ് ആണ് അത്. അത് ഒറിജിനൽ തന്നെയാണ്. ഒറിജിനൽ നിക് നെയിംസ് ആണ്. ഓ അപ്പോ അത് അവരുടെ അത് പരസ്യമാക്കിയതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവര് പറയുന്നത് അവരങ്ങനെ വഴക്കൂടാറില്ലെന്ന്. അപ്പൊ ഇതിനകത്ത് ഭയങ്കര ഷൗട്ടിങ് പരിപാടികളുണ്ടായിരുന്നു. അപ്പോ അവരങ്ങനെ വഴക്കൂടാറില്ല, ഇതിൽ പെണ്ണുങ്ങൾ എന്താ കാണിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ ബാക്കി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ബാക്കി വല്യമിച്ചിമാർക്ക്, അമ്മയുടെ സഹോദരിമാർക്ക് ബാക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതില് ബ്രസ്റ്റ് ക്യാൻസർ വന്ന വല്യമ്മ ഇത് കണ്ടിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവാർഡ് കിട്ടിയപ്പോ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് അമ്മക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നാട്ടില് സ്വീകരണം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ ഞാൻ പറഞ്ഞുകൂടെ പോയി മേടിച്ചു പരിപാടി. അന്നേരം ഞാൻ പോവില്ല, അമ്മ പോയി മേടിക്കും ഇറങ്ങിയത്. അപ്പൊ എന്തോ അതിനകത്ത് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ക്യാൻസർ വന്നില്ല ഇപ്പൊ ഓക്കെ ആണോ? അവര് ക്യൂറായി, പക്ഷെ അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവര് ആഴ്ചയിൽ പോയി കാണാറുണ്ട്. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. അപ്പൊ ആഴ്ചയിൽ ഇവരെല്ലാം മീറ്റ് ചെയ്യാറുണ്ട്. ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും അവർ മീറ്റ് ചെയ്യും. എന്നും ഫോണിൽ സംസാരിക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. എന്നിട്ട് എന്തെങ്കിലും ഈ ഓണത്തിന് ഡ്രസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുക്കുക, അവര് ഇവർക്ക് ഒരു മാക്സി മേടിക്കും, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇവരിപ്പോഴും മീറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അവരെ ക്യൂർ ആക്കുന്നത് ഇവര് തമ്മിലുള്ള ബോണ്ട് തന്നെയാണ്. അപ്പൊ അതാണ് ശരിക്കും അതിനകത്ത് പറയാൻ ശ്രമിച്ചത്. അവർക്ക് അവര് റിയലൈസ് ചെയ്യുന്നില്ലല്ലോ അവര് ശരിക്കും വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ഇല്ല, അതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്ത സാധനം. അവർക്ക് സ്ഥിരം നടക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ ഇടയിൽ അവര് നമുക്ക് ആ ഷിഫ്റ്റ് മനസ്സിലാവില്ല. എപ്പോഴാണ് ഇവർ വഴക്കുണ്ടാക്കിയത്, എപ്പോഴാണ് ഇവർ ഒന്നായത് എന്നുള്ള സാധനം മനസ്സിലാവില്ല. അതായത് ഈ സാധനം പറഞ്ഞു തീർക്കും ഇവര്. എനിക്കൊന്ന് നാട്ടിലുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു. മനുഷ്യര് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോ പറഞ്ഞോ ഒക്കെ തീർക്കും. അടിച്ചാ മിക്കപ്പോഴും അതെ. അപ്പൊ ഇങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം ഉണ്ടായിരിക്കും. എന്നിട്ട് നീ ഇങ്ങനെ എന്നോട് ചെയ്തില്ല, ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംസാരിച്ച് തീർക്കും. വലിയ ദീർഘമായിട്ടുള്ള ഒരു പിണക്കങ്ങളോ ഇതുപോലെ സാധനങ്ങളോ ഒന്നുമില്ല. എനിക്ക് കണ്ടപ്പോ തോന്നുന്നത് എന്റെ അമ്മയ്ക്ക് 2 സിസ്റ്റേഴ്സ് ആയിരുന്നു. ഇവർ ഇതുപോലെ വെറുതെ കിടന്നു ഒരു കാര്യം ഇല്ലാണ്ട് വെറുതെ ചിലപ്പം ഫുഡിന് ഉപ്പ് പറഞ്ഞതിന്റെ പേര് ചിലപ്പം അടി ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ നോക്കുമ്പോ 2 ചക്കരയാണ്. അതാണ് വീടുകളിൽ നടക്കുന്നത്. സഞ്ജുവിന്റെ വീട്ടിലുണ്ടോ അങ്ങനെ എന്തെങ്കിലും റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങള്? കോഴിക്കോടാണ്. അങ്ങനെ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തില് ഫാമിലി കുറച്ച് സെപ്പറേറ്റ് അടുത്ത് നിൽക്കുന്ന ഫാമിലി കുറച്ച് ഒരു ഞാനും അമ്മയും ചേച്ചി മാത്രമായിരുന്നു ഫാമിലിയില്. അങ്ങനെ ചെയ്തപ്പോൾ കുട്ടിക്കാലം ബാല്യകാല ഓർമ്മകളൊന്നും ഇല്ല. ഈ ഒരു സൗണ്ട് ഡിസൈനിങ് തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ അത് എഞ്ചിനീയറിംഗ് പഠിക്കപ്പോയിട്ടുണ്ട്. 4 പഠിച്ചിട്ടുണ്ട്. അത് സബ്ജക്ട് ചെയ്യുന്നപ്പോ പിന്നെ 2 ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വഴി തെറ്റി വന്നതാണ് ഞാൻ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു ആണ്. അപ്പം ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. മ്യൂസിക് പെർഫോമൻസ് ആയിരുന്നു. ബാൻഡിന്റെ പേര് പച്ച. അത് കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങൾ തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓഫീസിൽ. ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴും പച്ച പിടിച്ച് വന്നപ്പോഴേക്ക് കൊറോണ വന്നു. അങ്ങനെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ കൊറോണയൊക്കെ അടങ്ങി വന്നപ്പോഴേക്കും സൗന്ദര്യ പോകാനുള്ള തീരുമാനമായിട്ട് വന്നതാണ്. അങ്ങനെയാണ് സൗണ്ട് ഡിസൈനിലേക്ക് ഇവൻ കാരണമാണ് സൗണ്ട് ഡിസൈനിലേക്ക് എത്തിയത്. ഞാൻ സൗണ്ട് ഡിസൈനിങ് ഒരിക്കലും ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള ആളാണ്. മ്യൂസിക്കാണ് ഫോക്കസ്, മ്യൂസിക് പ്രൊഡക്ഷൻ ആണ്. ബട്ട് സൗണ്ട് ഡിസൈനിങ് ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ സിംഗ് സൗണ്ട് എടുക്കാൻ പോയിട്ട് റെക്കോർഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. മൊത്തം സൗണ്ടിന്റെ എല്ലാ പരിപാടികളും എനിക്കിപ്പോ ഇഷ്ടമാണ്, ഇൻട്രസ്റ്റ് ആണ്. എല്ലാ വർക്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു രസം ചെയ്യുന്ന രസം. മുളഞ്ഞിക്ക് ശേഷം ഇപ്പൊ അടുത്ത വർക്കൊക്കെ റിലീസ് ആയോ? ഷോർട്ട് ഫിലിമുകളാണ് റിലീസായിട്ടില്ല. പിന്നെ 2-3 വർക്കുകളുണ്ട്, എല്ലാം റിലീസ് ആവണം. പിന്നെ ചെറിയ മ്യൂസിക് പ്രൊഡക്ഷൻ സ്കോറും. ഫിലിമിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഫിലിം എനിക്ക് അറിയത്തില്ല, മ്യൂസിക്കാണ് ഫോക്കസ്. അടുത്ത നിങ്ങളുടെ സിനിമ പ്രോജക്ട്സ് ഉടനെ ഉണ്ടാവുമോ? റൈറ്റിംഗ് നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണാക്കണം. അതെങ്ങനെ ആർട്ടോസ് ആയിരിക്കും കൊമേഴ്ഷ്യൽ ആയിരിക്കും? ശരിക്കും നമ്മൾ കൊമേഴ്ഷ്യൽ എന്നുള്ള രീതി, കൊമേഴ്ഷ്യൽ ആർട്ട് ഹൗസ് എന്നുള്ള രീതിയിലല്ല സ്ക്രിപ്റ്റ് എഴുതുക.
ശരിക്കും ഞാൻ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് എഴുതുക. അപ്പം ബഡ്ജറ്റ് ഓറിയന്റഡ് സിനിമകൾ വരുമ്പോ അത് അർത്ഥവത്തായി മാറുന്നതാണ്. അപ്പൊ ശരിക്കും എഴുതുന്ന ഇപ്പം ഒരു ഇതില് തന്നെയാണ് അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ എന്നൊരു സാധനത്തിലാണ് എഴുതുന്നത്. അതിന്റെ ചിലപ്പോ ഞാനിപ്പോ ഈ എഴുതുന്ന ഇത്തിരി ബഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് കൊമേഴ്ഷ്യൽ സിനിമയാവും, അറിയില്ല. അതുപോലെ ഞാൻ കഥ കേട്ടത് വൈബ് കഥയത് സെറ്റാവേണ്ട സംഭവമാണത്, വർക്കൗട്ട് ആവേണ്ട സംഭവമാണ്. പ്രോപ്പറായിട്ടെല്ലാം വന്നാൽ നല്ലൊരു സംഭവമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് വേറെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ആക്ച്വലി ഷോർട്ട് ഫിലിം വെച്ചിട്ട് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? തീർച്ചയായും പറ്റും. കാരണം ഇപ്പൊ ഇത് ഒരു പടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതില് ഐഡിയസ് ഓഫ് കെയില് ഒരു പ്രൊഡ്യൂസർ ഒരാൾ കണ്ടിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്, തടവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ശരിക്കും അവർക്ക് വർക്കായി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ജെന്യൂൻ ആയിട്ട് അതിനെ സമീപിക്കുന്നു എന്നുള്ള രീതിയിലിരിക്കും. ഒരു നമ്മൾ ചെയ്യുന്ന വർക്കിൽ ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ അത് മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻസ് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇത് ഈ നമ്മളെ മുളഞ്ഞ് കണ്ടിട്ട് എന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സാധനത്തിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ എത്രത്തോളം ജെന്യൂനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെ സമീപിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ ഈ അവാർഡുകളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ റിസൾട്ട്, ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ടുകളൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഇതില് 4 പേർക്കും ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഓരോ കോമ്പറ്റീഷനിൽ. 4 അഭിനേതാക്കൾക്കും ഒരേ ഇതില് ബെസ്റ്റ് ആക്ട്രസസ് എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഒരിക്കലും കിട്ടുന്നത് പ്രതീക്ഷിക്കുന്നതല്ല, നമ്മളെ ചിന്തയിൽ പോലും ഇല്ലാത്ത സീനാണ്. അപ്പൊ അങ്ങനെ നമ്മള് ജെന്യൂനിറ്റിയാണ് നാച്ചുറൽ ആക്ടിങ് നല്ല സ്മൂത്ത് ആയിരുന്നു. അതെ അതെ. അപ്പൊ എന്തായാലും ഈ ഫെസ്റ്റിവൽസിൽ കിട്ടിയ ആ ഒരു അക്സെപ്റ്റൻസിന് യൂട്യൂബ് റിലീസിലും കിട്ടട്ടെ. അടുത്ത വർക്കൊക്കെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും 14th റിലീസ് ആകാണ്. അപ്പം ഡീറ്റെയിൽസ് പറഞ്ഞോളൂ പ്രേക്ഷകരോട്. ആഗസ്റ്റ് 14 സിനിമാ പ്രാന്തൻ യൂട്യൂബ് ചാനലിലൂടെയാണ് മുളഞ്ഞ് റിലീസ് ചെയ്യുന്നത്. എല്ലാവരും കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു. അപ്പൊ 14 മുളഞ്ഞ് റിലീസ് ആവുകയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം പറഞ്ഞ പോലെ ഫെസ്റ്റിവൽസിൽ കിട്ടിയ ആ ഒരു വലിയൊരു അക്സെപ്റ്റൻസ് യൂട്യൂബ് റിലീസിലും കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഇനി വരുന്ന പ്രോജക്ട്സും ഇതിലും ഇതുപോലെ തന്നെ ഇത് അടിപൊളിയാണ്, അപ്പൊ അതുപോലെ തന്നെ അടിപൊളിയാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.